ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സച്ചിക്കും രേവതിക്കും വേണ്ടി വാദിക്കാനും സച്ചിക്കും രേവതിക്കും വേണ്ടി അവിടെ പിടിച്ചു നിൽക്കാനും വേണ്ടിയിട്ട് അച്ചമ്മ വന്നിരിക്കുന്നു. അപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അച്ചമ്മ വന്നതാണെന്ന് വലിയ ഇതിലിങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന അവരോട് ഞാൻ കല്യാണത്തിന്റെ കാര്യത്തിന് വേണ്ടി വന്നതല്ലെന്നുള്ള കാര്യം അച്ചമ്മ അങ്ങ് പറഞ്ഞു. ഞാൻ ഇത്രയും നേരത്തെ വന്നതിനൊരു കാരണമുണ്ട്, വേറെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതുവരെ ഇവരുടെ രണ്ടുപേരുടെയും താലികോർക്കൽ നടത്തിയിട്ടില്ല, അത് പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് അച്ചമ്മ പറയുന്നു. അതുപോലെ ആ ഒരു ചടങ്ങിനെ പറ്റി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ വീണ്ടും കെട്ടണോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ വേണം, വീണ്ടും കെട്ടണം, അതൊരു ചടങ്ങായിട്ട് തന്നെ ഇവിടെ നടത്തണം എന്നുള്ള കാര്യം അച്ചമ്മ പറഞ്ഞു. കല്യാണ സമയത്ത് മഞ്ഞ ചരടിൽ താലി കെട്ടിയവര് പിന്നീട് സമയം നോക്കി സ്വർണമാലയിൽ കെട്ടാറുണ്ട്. താലി പിരിച്ച് കോർക്കൽ ചടങ്ങെന്നാ അതിന് പറയുന്നത്. ഇതിപ്പോ സ്വർണത്താലി തന്നെയാ വിവാഹ ദിവസം കെട്ടിയത്, പിന്നെ എന്തിനാ ഒരു താലികെട്ടൽ ചടങ്ങ്? അത് പിന്നെ രേവതിയുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി രണ്ടുപേരുടെയും ഇഷ്ടത്തോടെ കെട്ടിയതാണോ? അല്ലല്ലോ. അപ്പൊ പിന്നെ രണ്ടുപേരുടെയും ഇഷ്ടത്തോടെയുള്ള താലികെട്ടൽ ഇവിടെ നടക്കണം. പിന്നെ സച്ചിക്ക് താലി കെട്ടാനായിട്ട് ഇഷ്ടത്തോടെയല്ല ഇവള് കഴുത്ത് നീട്ടി കൊടുത്തതും. എന്താ, അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ? അപ്പൊ സച്ചിൻ രേവതി ഇങ്ങനെ മുഖാമുഖം നോക്കുവാട്ടോ. രേവതിയുടെ മുഖത്താനെ വല്ലായ്മയുണ്ടേ. അതുമാത്രമല്ല, ആ താലി പൂജിച്ചു വാങ്ങിയത് സച്ചിക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ, സുധിക്ക് വേണ്ടി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതിനൊന്നും പറയാൻ മറുപടിയില്ല ചന്ദ്രയ്ക്ക്. ചന്ദ്ര ഇങ്ങനെ തലയും കുമ്പിട്ട് തന്നെ നിൽക്കുക. കല്യാണം കഴിച്ചെങ്കിലും നല്ലൊരു രീതിയിലല്ല രണ്ടുപേരും ഇതുവരെ ജീവിച്ചത്. പല തടസ്സങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് നടക്കുന്നതോടെ എല്ലാ തടസ്സങ്ങളും മാറി അവരുടെ ജീവിതം സന്തോഷമാകും. പുതിയൊരു ജീവിതം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകും. അപ്പൊ ആരമ്മയോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് ചന്ദ്ര ചോദിച്ചപ്പം ആരാ പറയേണ്ടത്? കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന വിശ്വാസങ്ങളാ ഇതൊക്കെ. ഇത്തരം ചടങ്ങുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും അറിയാവോ എന്റെ ചന്ദ്രയെന്ന് ചോദിച്ചപ്പം എല്ലാവരും എടുത്ത് ചിരിക്കുക. കാട്ടുകോഴിക്ക് എന്ത് ശനിയും സംക്രാന്തിയും അല്ലേ രവി എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രയെ അവിടെ ഇട്ട് നാണം കെടുത്തുവാണ്. ഏതായാലും അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളും നടക്കട്ടെ, നമുക്ക് അതങ്ങ് നടത്തിയേക്കാം അമ്മയെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇതൊരു വലിയ കല്യാണമായിട്ട് നടത്തിക്കൂടെ എന്ന് ചന്ദ്രമതിയുടെ വക ഒരു കളിയാക്കൽ. വേണ്ടി വന്ന ഞങ്ങൾ അങ്ങനെ തന്നെ നടത്തും എന്ന് നമ്മുടെ രവിയേട്ടൻ അന്നേരം പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം വന്നപ്പോ വീടിനകത്ത് ചെറിയൊരു ചടങ്ങായിട്ട് നടന്നാൽ മതി, അടുത്ത ബന്ധുക്കളെയും അതുപോലെ വേണ്ടപ്പെട്ടവരെല്ലാവരെയും നമുക്ക് ക്ഷണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു. കല്യാണം പോലെ തന്നെ രണ്ടുപേരും പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പരസ്പരം മാലയിടണം. അതിനുശേഷം സച്ചി രേവതിയുടെ കഴുത്തില് പുതിയ താലി കെട്ടണം എന്നും പറഞ്ഞു രണ്ടുപേരും എല്ലാവരുടെയും അനുഗ്രഹവും വാങ്ങണമെന്നും പറഞ്ഞു. ദേ വന്നവർക്കൊക്കെ സദ്യ നൽകുകയും വേണം. ശരി, ചുരുക്കി പറഞ്ഞ ചെറിയൊരു കല്യാണം തന്നെ അല്ലേ നടക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പം അതെ സുധിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ ഇതൊക്കെ എന്ന് ചോദിക്കുന്ന ചന്ദ്രയോട് പോരാ, അതിപ്പോ തന്നെ നടത്തണം, അതിനു മുമ്പ് തന്നെ നടത്തേണ്ട കാര്യമായതെന്നും പറഞ്ഞ് അച്ചമ്മ വാദിക്കുന്നു. അന്നേ ദിവസം തന്നെ രണ്ടുപേരുടെയും ശാന്തി മുഹൂർത്തവും നടത്തണം എന്നുള്ള കാര്യവും പറഞ്ഞു. ചന്ദ്ര ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുക. അന്നേരം അച്ചമ്മേ എന്ന് നമ്മുടെ സച്ചി ഒരു വിളി. ഇതെന്താ അച്ചമ്മേ TV സീരിയല് പോലെ? ഇന്നൊരു എപ്പിസോഡ് കാണിച്ച അതിന്റെ തുടർച്ച നാളെ കാണിക്കും. അതുപോലെ അച്ചമ്മയുടെ വീട്ടിൽ കഴിഞ്ഞതിന്റെ ആ ഒരു തുടർച്ച ഇവിടെ. ഇതൊക്കെ എന്തിനാ അച്ചമ്മയെന്ന് സച്ചി ചോദിച്ചപ്പം എടാ അന്ന് അവിടെ വെച്ച് നീ എന്നോട് പോലും പറയാതെ ഇവിടേക്ക് വന്നു അല്ലെ, അതിനൊരു കാരണമൊക്കെ ഉണ്ടാവാം. ശരി, അതെല്ലാം വിട്ടേക്ക്. ഇതിന് യാതൊരു കാരണവും ഇല്ല. ഞാൻ ജ്യോത്സ്യരെ കണ്ട് കുറിക്കുന്ന കാര്യങ്ങള് ആ ദിവസം ഞാൻ നടത്തിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പറയുവാണ്. അപ്പൊ അതൊക്കെ കേട്ടപ്പം അമ്മേ ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം പോരെ, റോഡിൽ പോകുന്നവരെ പിടിച്ച് ചടങ്ങ് നടത്താനാണോടി ചന്ദ്രേ ഞാൻ പറയുന്നത്? നിന്റെ മകനും മരുമകൾക്കും വേണ്ടിയല്ലേ ചടങ്ങ് നടത്തുന്നത്? നീ എന്തിനാ അതിനൊക്കെ തടസ്സം പറയുന്നതെന്ന് ചോദിച്ചു അമ്മ. അല്ല, ഞാൻ പറയുന്ന അമ്മയെന്ന് കേൾക്കാൻ ചന്ദ്ര പറഞ്ഞപ്പോ നീ പറയുന്നത് കേൾക്കാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി, അതാ ഇവിടെ നടക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും അമ്മ അങ്ങ് പറഞ്ഞു. ഒന്നും പറയാനില്ലാതെ ചന്ദ്രമതി വായും പൂട്ടി അവിടെ അങ്ങനെ നിന്നു. രേവതിയെ ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണെന്നും അല്ലാതെ രാശിയില്ലാത്തവളല്ലെന്നും ചന്ദ്രമതിയോട് പറയുന്നു നമ്മുടെ അച്ചമ്മ. ചന്ദ്രമതിയോ നേരത്തേനും നോക്കുവാണ്, ഇങ്ങനെ രേവതിയെ തുറിച്ചു നോക്കുന്നു. എന്തായാലും മനസ്സിലായി കാര്യങ്ങള്. ഈ വീടിന്റെ എല്ലാമാണ് ഇവളെന്നും അതുപോലെ ഇവന്റെയും നല്ല ജീവിതത്തിന് വേണ്ടിയാ ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നതെന്നും അതിന് ആര് തടസ്സം നിന്നിട്ടും കാര്യമില്ലെന്നും നമ്മുടെ അച്ചമ്മ അങ്ങ് പറഞ്ഞു. അതൊക്കെ കേട്ട് ചന്ദ്രമതി വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പൊ ക്ഷേത്രങ്ങൾ മുഴുവൻ ചടങ്ങ്, വീട്ടിലും ചടങ്ങ്, എപ്പോഴും ചടങ്ങ് തന്നെ, എന്തെങ്കിലും ഞാനൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞ് നമ്മുടെ
സച്ചി അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും സച്ചിക്ക് ഇത്തവണ ഇഷ്ടമായി കാര്യങ്ങളൊക്കെ. അതും പറഞ്ഞ് സച്ചി അങ്ങ് പോയി. അപ്പൊ കണ്ടോടാ രവി, അവൻ പറഞ്ഞിട്ട് പോയത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ മോനോട് പറയുമ്പം ഇപ്പൊ അങ്ങനെയൊക്കെയാണ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മകൻ അമ്മയോടും പറയുന്നു. രേവതി ഇങ്ങനെ നാണം കുണുങ്ങി അവിടെ നിൽക്കുക. അപ്പൊ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ ചന്ദ്രേ, അപ്പോഴേക്ക് ഒരു ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞു അമ്മ. ഞാനോ? ആ നീ തന്നെ, നീ എനിക്ക് ചായ എടുത്തു തരേണ്ടത്. എന്റെ വീട്ടിൽ വന്നപ്പോ നീ എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നില്ലേ, അതുപോലെ തന്നെ കൊണ്ടുപോവാ, ചിരിച്ച് സന്തോഷത്തോടെ കൊണ്ടുവന്നെ. അപ്പൊ അച്ഛമ്മ ചായ ഞാൻ വെച്ച് തരാമെന്ന് രേവതി പറഞ്ഞപ്പോ വേണ്ട മോളെ, ഇവള് തന്നെ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ, നീ വാ ചോദിക്കട്ടെ എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ട് കൊണ്ട് അച്ഛമ്മ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ വേഗം ചായ എടുക്കാൻ പറഞ്ഞ രവിയേട്ടനും അങ്ങോട്ടേക്ക് പോയി. ചന്ദ്രമോദി നാശം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുറിയിൽ ചെന്നിരുന്ന് ഇന്നിങ്ങോട്ട് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ലായിരുന്നു മോളെ എന്ന് അച്ഛമ്മ പറയുന്നു. അത്രയ്ക്ക് വിഷമായി പോയി നിന്റെ കരച്ചിൽ കേട്ടപ്പോ എന്ന് പറഞ്ഞപ്പം അയ്യോ പറയണ്ടെന്ന് കരുതിയ അച്ഛമ്മ, എൻ്റെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, എന്തോ അച്ഛമ്മ ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്ന് നമ്മുടെ രേവതി പറഞ്ഞു. എന്നെ സമാധാനിപ്പിക്കാനായിട്ട് അച്ഛമ്മ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചിരിക്കും കേട്ടോ നമ്മുടെ അച്ഛമ്മ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ എൻ്റെ അച്ഛമ്മ എന്നെ കാണുന്നതെന്ന് പറഞ്ഞപ്പോ എൻ്റെ പൊന്നുമോള് വിഷമിക്കല്ലേ, താലി മാറ്റി കെട്ടുന്ന ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ അച്ഛമ്മ പറയുന്നു. ഇത് കേട്ടപ്പോൾ രേവതിക്കും സന്തോഷമായി. ശാന്തി മുഹൂർത്തം കൂടി കഴിയുന്നതോടെ നീയും സച്ചിയും കൂടുതൽ അടുക്കുകയും ചെയ്യും, അവനെ മോളോടുള്ള സ്നേഹം കൂടുകയും ചെയ്യും, ഇപ്പോഴുള്ള ജീവിതമേ ആയിരിക്കില്ല പിന്നെ, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അന്നേരം അച്ഛമ്മേ ഈ ചടങ്ങൊക്കെ ഇപ്പൊ നടത്തണോ എന്ന് രേവതി ചോദിച്ചു. അമ്മ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെയും ഏട്ടന്റെ കല്യാണം നടന്നതിന് ശേഷം പോരെന്ന് ചോദിച്ചപ്പം കല്യാണം കഴിഞ്ഞാലും നിങ്ങളുടെ ചടങ്ങ് നടത്താൻ ചന്ദ്ര സമ്മതിക്കത്തൊന്നുമില്ല, എന്റെ മുന്നിലേ നല്ലവളായിട്ട് നിന്ന് അഭിനയിക്കത്തേ ഉള്ളൂ പൊന്നുമോളെ, അവളുടെ മനസ്സേ എനിക്ക് നന്നായിട്ട് അറിയാം മോളെ, അതുകൊണ്ടാ അച്ഛമ്മ ഇത്ര ധൃതി പിടിച്ചത്. നീ ഇപ്പോഴല്ലേ അവളെ കാണാൻ തുടങ്ങിയത്? ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ വർഷം എത്രയായി? അവൾ ആരെ പൊന്നുമോളെന്ന് അറിയാമെന്ന് ചോദിച്ചു. അല്ല അച്ഛമ്മേ, ചടങ്ങിനൊക്കെ ഒത്തിരി കാശാവില്ലേ, എന്തിനാ അച്ഛമ്മയും ആവശ്യമില്ലാത്ത ചെലവൊക്കെ ചോദിച്ചപ്പോ എന്ത് ചെലവ്, അത്ര വലിയ ചെലവൊന്നും വരില്ല മോളെ, ഇനിയിപ്പോ വന്നാൽ തന്നെ എനിക്കത് ഒരു പ്രശ്നമേ അല്ലെന്നും അത് അച്ഛമ്മ ചെയ്യുമെന്നും പറഞ്ഞു. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഈ ചടങ്ങ്, അത് ഞാൻ നടത്തിയിരിക്കും, അതിനൊരു സംശയമില്ല എന്നും പറഞ്ഞു. ഞാൻ നിന്റെ അച്ഛമ്മയല്ല അമ്മയാ എന്നും പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ രേവതിയോട് പറയണം. അങ്ങനെ എനിക്ക് അച്ഛമ്മയുടെ സ്നേഹം എനിക്കറിയില്ല അച്ഛമ്മ, എൻ്റെ അച്ഛനും അമ്മയും അത്രത്തോളം സ്നേഹം തന്നാ ഞങ്ങളെ വളർത്തിയത്, ആ സ്നേഹം എനിക്ക് ഇവിടെയും കിട്ടി അച്ഛമ്മ, എൻ്റെ അച്ഛമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ പൊന്നുമോള് സങ്കടപ്പെടല്ലേ, ഇവിടെ നിനക്ക് ആരും ഇല്ലെന്ന് എൻ്റെ പൊന്നുമോള് കരുതണ്ട, നിനക്ക് ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞു. മരിക്കുന്നത് വരെ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ എന്ന് പറഞ്ഞപ്പം അയ്യോ അച്ഛമ്മ മരിക്കുന്നതിനെ കുറിച്ചൊന്നും പറയല്ലേ അച്ഛമ്മയെന്ന് പറഞ്ഞ നേരം രേവതി കൂടുതൽ കാലം ജീവിച്ചിരിക്കണമെന്നൊന്നും എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല മോളെ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീയും സച്ചിയുമായിട്ട് നന്നായി ജീവിക്കുന്നത് അച്ഛമ്മയ്ക്ക് കാണണം, അത്രേ ഉള്ളൂ അച്ഛമ്മയുടെ ആഗ്രഹം എന്നും പറഞ്ഞു. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകും നിങ്ങൾക്ക്, അച്ഛമ്മയാ പറയുന്നതെന്ന് പറഞ്ഞു. എന്നാലും അച്ഛമ്മ അത് പിന്നെ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് കുറെ കാശൊക്കെ ചെലവാകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ നീ അതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട, അച്ഛമ്മയ്ക്ക് വിട്ടേരെ കാര്യങ്ങൾ, അച്ഛമ്മയല്ലേ പറയുന്നേ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാനുള്ളതാണെന്ന് തോന്നുമ്പോഴാ കൂടുതൽ പണം ആവശ്യമായിട്ടൊക്കെ വരുന്നത്, അപ്പൊ എത്ര കിട്ടിയാലും നമുക്ക് തികയാതെ വരും, ആഡംബരം കാണിച്ച് ഉള്ള പണമൊക്കെ തീരുകയും ചെയ്യും, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമോ? അതുമില്ല. എൻ്റെ പൊന്നുമോള് ഉള്ള കാശുകൊണ്ട് ആഡംബരമൊന്നും ഇല്ലാതെ നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തും, പോരെ, പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ എടുക്കണം, രണ്ടു പേരും ഒന്നിച്ചു പോയിട്ട് വേണം ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ എല്ലാം പറയാം, ഒന്നിനൊരു കുറവും വരുത്തരുതെന്ന്. അങ്ങനെ അച്ഛമ്മ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ കണ്ട് അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ടിരിക്കുക നമ്മുടെ രേവതി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, സുധി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ തൊട്ടരികിൽ ശ്രീയും ഇരിപ്പുണ്ട്, ഇവർ രണ്ടുപേരും കഴിക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങനെ ചമ്മി ഇങ്ങനെ പോവുകയാണ് നമ്മുടെ സുധി. അവിടെ പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു. രേവതി ആണെങ്കിൽ ഇവർക്കുള്ള ഫുഡ് ഇങ്ങനെ കഴിക്കാൻ കൊണ്ട് കൊടുത്തോണ്ടേ ഇരിക്കാം. ഈ സമയം ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഫുഡ് അടിപൊളിയാണല്ലേടാ എന്ന് സച്ചി ശ്രീയോട് ചോദിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും. ഏട്ടത്തി ഇതിൽ എന്ത് സ്പെഷ്യൽ ചേർത്തതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചേർത്തിട്ടില്ല, സാധാരണ കറിയിൽ ചേർക്കുന്നതേ ചേർത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും നന്നായിട്ടുണ്ടെന്ന് ശ്രീയും. ഇത് എവിടുന്ന പഠിച്ചേ എന്നൊക്കെ ചോദിക്കുന്നു. അമ്മ പറഞ്ഞു തന്നാണോ? ബെസ്റ്റ്, നമ്മുടെ അമ്മ പറഞ്ഞു കൊടുക്കാനോ, ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നത്. ചുമ്മാ നാക്കിട്ടടിക്കാനല്ലാണ്ട് അവർക്ക് എന്താ അറിയാം എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ഈ ശ്രുതി കേൾക്കാൻ വേണ്ടി ഇവരിരുന്ന് പറയുന്നത്. ശ്രുതി വായിൽ വെള്ളം ഊറിക്കൊണ്ട് അപ്പുറം പോയിരിക്കും ഇവർ കഴിക്കുന്നതും കണ്ട്. അപ്പോൾ രേവതിയെ ആരാ ഇത് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കണ്ടു പഠിച്ചതാണെന്ന് പറഞ്ഞു രേവതി സച്ചിയോട്. അപ്പൊ ഏട്ടത്തി ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ.
റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തരാമെന്നും പറഞ്ഞു. ഇങ്ങനെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ കലി കയറിയിരിക്കുകയാണ് സുധി. അങ്ങനെ ഇവർ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പുറത്തു പോകാം, അതും ശ്രീയുടെ ഹോട്ടലിൽ തന്നെ പോകാം. ശ്രീ ഉണ്ടാക്കുന്നതൊന്നും ഞാനിതുവരെ കഴിച്ചിട്ടില്ലല്ലോ, എനിക്കൊന്ന് കഴിച്ചു നോക്കണം എന്നൊക്കെ പറയുവാണ് രേവതി. അപ്പോൾ രണ്ടുപേരും റെസ്റ്റോറൻറ്റിലേക്ക് വാ, എൻ്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അല്ല, സ്വന്തം റെസ്റ്റോറൻറ്റ് എപ്പോഴാണ് തുടങ്ങുന്നത്? ഒരു 6 മാസമെങ്കിലും കഴിയും ഏട്ടത്തി. എടാ അപ്പോൾ ഒരു കാശൊക്കെ വേണ്ടെന്ന് ചോദിച്ചപ്പം വേണം, ചുരുങ്ങിയത് ഒരു 15 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും, ഒരു ലോൺ സംഘടിപ്പിക്കണം, വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം അതൊക്കെ ശരിയാകുമെന്ന് നമ്മുടെ രേവതി. അതും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോയി. ഇവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. സമയം സുധി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം ശ്രീ ഇങ്ങനെ നോക്കുന്നു. എന്തായാലും അച്ഛന് കിട്ടിയ 50 ലക്ഷം രൂപയിൽ നിന്ന് നിനക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തായിരുന്നു. അതെങ്ങനെയാ, ഒരു പെരുങ്കള്ളൻ അതുകൊണ്ട് തൊലച്ചില്ലേ നമ്മുടെ സച്ചി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. സുധി അന്നേരം ഇങ്ങനെ ഇരുന്ന് നോക്കി വല്ലാതെ ആവുക കേട്ടോ. എടുത്തിട്ട് പോയവനോ അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ സഹിക്കാം, ഏതോ ഒരു പെണ്ണിന്റെ വായിൽ കൊണ്ടിട്ട് തൊലച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ സുധി. 50 ലക്ഷം തിരിച്ചു തരാമെന്ന് പറഞ്ഞ് നടക്കാന്നുണ്ട്. കാലം കുറേ ആയി, ഇതുവരെ കണ്ടില്ല, ഒരു 10 രൂപ പോലും ആ നാണം കേട്ടവൻ ഇവനെ തരാൻ കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇവനിട്ട് കുത്തിക്കൊണ്ടേ ഇരിക്കാം. അപ്പൊ ഇങ്ങനെ ഇവര് തമ്മിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി വീണ്ടും ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോഴേക്കും എനിക്ക് മതി ഏട്ടത്തി, ഏട്ടന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അത് എടുക്കാനായിട്ടങ്ങ് പോകുമ്പോഴത്തേക്കും ചന്ദ്രമതി വന്ന് അങ്ങനെ നിൽക്കുന്നു. ചന്ദ്രമതി ഇതൊക്കെ കാണുക. മൂത്ത മോൻ അവിടെ ഇരിക്കുന്നു, മക്കൾ രണ്ടുപേരും കഴിക്കുന്നു. അപ്പോഴേക്കും മകനിരിക്കുന്നതുകൊണ്ട് സഹിച്ചില്ല, അമ്മ മോന്റെ അടുത്തേക്ക് ചെല്ലുന്നു. സുധി, നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത? ഓഫീസിൽ പോകണ്ടേ നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ, അപ്പൊ ഏത് ഓഫീസിൽ പോകാനാ, ജോലി ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ പറയടാ, നിനക്ക് ജോലിയില്ല എന്ന് നീ തന്നെ എന്തിനാ അവരെ അറിയിക്കുന്നേ എന്ന് അമ്മ മകനോട് പറയണു. ജോലിയില്ലെന്ന് അറിഞ്ഞാലേ നിനക്ക് ഇവർ യാതൊരു വിലയും തരില്ല, മിണ്ടാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ സച്ചി ഇവരെ ശ്രദ്ധിക്കും കേട്ടോ. അമ്മയും മോനോട് എന്തോ വല്ലാത്ത രഹസ്യം പറയുന്ന ആ ഒരു ഇതില്. അപ്പൊ വിശക്കുന്നമ്മ എന്ന് പറഞ്ഞപ്പോ, എന്നിട്ടാണോ നീ ഇവിടെ കയറിയിരിക്കുന്നത്, നീ വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വാ എന്നും പറഞ്ഞിങ്ങനെ അമ്മ വിളിക്കുന്നു. അപ്പോഴെല്ലാം നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുവോ ഇവരെ. നീങ്ങ് വാടാ വാ എന്ന് പറഞ്ഞിട്ട് അമ്മ മോനെ നിർബന്ധിച്ച് വിളിച്ച് ഇവരുടെ കൂടെ കൊണ്ടിരുത്തുന്നു. അപ്പോൾ രേവതി വന്നപ്പോഴേക്കും, രേവതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നീ എന്ത് ഇവനെ വിളിക്കാതിരുന്നേന്ന് ചോദിച്ചു. അപ്പൊ എന്തിനാ വിളിക്കുന്നത്, വേണമെങ്കിൽ വന്ന് കഴിക്കണമെന്ന് സച്ചി അന്നേരം പറഞ്ഞു. സാറിനെ സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്തി വെളുപ്പി കൊടുത്താലേ കഴിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു. ഇവർക്ക് കൊടുക്കും, ഇവരെ വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഇവർക്ക് ജോലിക്ക് പോകണം, ശ്രീകാന്തിന് റെസ്റ്റോറൻറ്റിൽ പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞു. അതാ എന്ന് പറഞ്ഞപ്പം, സുധിക്ക് പിന്നെ ജോലിക്ക് പോകണ്ടേ എന്ന് ചോദിച്ചു. ഇവൻ വെറും കാർ ഡ്രൈവർ, എപ്പോ പോയാൽ എന്താ കുഴപ്പം, സുധി അങ്ങനെയൊന്നും അല്ല, വലിയ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞ് കൃത്യസമയത്ത് ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നീ ഇവനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വയ്ക്കാൻ പറഞ്ഞു. രേവതി മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇവനിവിടുത്തെ കളക്ടർ ആണല്ലോ എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. ഇവന്റെ സൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ശരിക്കിട്ട് കൊടഞ്ഞു തുടങ്ങിട്ട്, ചുമ്മാ ഓരോന്നടിച്ച് വിടാതെ അമ്മ, ഇവനെയൊക്കെ വിശ്വസിച്ച് ഏതു മണ്ടനാണാവോ ജോലി കൊടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അമ്മ സുധിയോട്. എന്നിട്ട് സുധി അവിടെ പിടിച്ചിരുത്തി സുധിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അമ്മ പറയുമ്പോഴേക്കും രേവതി എടുക്കാൻ പോയി. ഇപ്പൊ രേവതിയോട് പറഞ്ഞു, ദേ നീ അവന് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ പോയേക്കരുത്, അമ്മ വേണമെങ്കിൽ മോനെടുത്ത് കൊടുത്തോളും, നീ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ സച്ചി പറഞ്ഞു. ഇപ്പൊ രേവതിയെ തുറച്ചു നോക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോഴേക്കും രേവതി ഒട്ടും കുറയ്ക്കുന്നില്ല കേട്ടോ. ഈ സമയം ഏട്ടാ എന്ന് പറഞ്ഞ് ശ്രീ വിളിച്ചപ്പം നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇവൻ നമുക്ക് രണ്ടുപേർക്കും കാശ് തരാനുണ്ട്, ഇവൻ നമുക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. രേവതി നീ ഇവന് പച്ചവെള്ളം പോലും കൊടുത്തു പോയേക്കരുത് നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പൊ വേണ്ട, എൻ്റെ മോന് വേണ്ടി ആരും ഒന്നും ഇവിടെ ചെയ്യണ്ട, ഞാൻ അവനെ ചെയ്തു കൊടുത്തോളാന്ന് പറഞ്ഞപ്പം അമ്മേ വേണ്ട അമ്മേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്നും പറഞ്ഞുകൊണ്ട് മകൻ ഏറ്റു പോകുമ്പം ഇരിക്കട അവിടെ, ഓഫീസിൽ പോകാൻ ടൈമാകില്ലേ ആയി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ദേ അടുക്കളയിലേക്ക് പോണു. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സുധി ഇങ്ങനെ നാണം കെട്ട് നോക്കിയിരിക്കുക. ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഉണ്ടാക്കിയ ദോശയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മ വന്നിത് തട്ടിപ്പറിച്ചെടുത്തു. അപ്പൊ അമ്മ ഇത് അദ്ദേഹത്തിനുള്ളതാണെന്ന് പറഞ്ഞപ്പം സുധിക്ക് ഓഫീസിൽ പോകണം, അവൻ കഴിക്കട്ടെ, പിന്നെ നിന്റെ കാർ ഡ്രൈവർ പോയാൽ എന്താ പോയില്ലെങ്കിൽ എന്ത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി. ചന്ദ്രമതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. ഈ സമയത്ത് അവിടെ സുധി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ദേ അങ്ങോട്ട് അമ്മ ദോശയായിട്ടങ്ങ് വന്നപ്പോഴേക്കും നമ്മുടെ സച്ചി അതിൽ നിന്ന് തട്ടി അങ്ങ് എടുത്തു. അപ്പോഴേക്കും ഇത് അവന് വേണ്ടി കൊണ്ടുവന്നല്ലേന്ന് ചോദിച്ചപ്പം ഇത് എന്തിനാ കൊടുക്കുന്നേ, ഏതായാലും ഈ ഫുഡ് എനിക്കുള്ളതാ, അത് ഞാൻ കഴിക്കും എന്ന് നമ്മുടെ സച്ചി തള്ള കാണിച്ചതൊക്കെ ചമ്മിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഇവനെ എടുത്തിട്ട് കൊടേ, അതായത് സുധിക്ക് ഒന്നും മിണ്ടാനില്ല കേട്ടോ.
സുധി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകുമ്പോൾ ഇരിക്കടാ മോനെ, അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വരാടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചന്ദ്രമതി ഏറ്റു പോകുന്നു. സുധി ആണെങ്കിലുള്ള വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറയ്ക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന അവരെല്ലാവരും, അതായത് അച്ഛമ്മ, അച്ഛൻ, അതുപോലെ നമ്മുടെ സച്ചി, രേവതി, ഇവരെല്ലാവരും കൂടി ചേർന്ന് താലികെട്ട് ചടങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഉമ്മറത്തിരുന്ന് ചർച്ച ചെയ്യുന്നു. അപ്പം അന്നേ ദിവസം കിട്ടി, പിന്നെ അതിൻ്റെ മുഹൂർത്തം കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയാം. അപ്പം അതൊക്കെ കേട്ട് അവർ സന്തോഷമായിട്ടിരിക്കുമ്പോൾ സുധിക്ക് ഇവിടെ ഭക്ഷണം എടുത്തു കൊടുത്ത് സുധി തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്താ നിങ്ങളൊന്നും പറയാത്തേന്ന് അച്ഛമ്മ ചോദിച്ചപ്പം, എടാ നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഞാനെന്ത് പറയാനാ, രേവതിക്ക് വേണ്ടി ചടങ്ങുകളൊക്കെ നടത്തണമെന്ന് അച്ഛമ്മയുടെ ആഗ്രഹമല്ലേ, അത് നടക്കട്ടെ എന്ന് സച്ചി അങ്ങ് പറയാം. അപ്പം ചന്ദ്രമതി വന്നു. അമ്മേ, എന്തിനാ ഇപ്പം ഇവിടെ ഇതൊക്കെ നടത്തുന്നേ, എടുത്ത് ചാടി ഓരോന്ന് ചെയ്യല്ലേ എന്ന് ചന്ദ്ര പറഞ്ഞപ്പം, ചന്ദ്രേ എന്താ നിന്റെ പ്രശ്നം, ഒരു നല്ല കാര്യമില്ല അമ്മ പറഞ്ഞെന്ന് ചോദിച്ചു രവിയേട്ടൻ. എന്തിനാ നീ ഇത് വേണ്ടെന്നൊക്കെ പറയുന്നത്? അല്ല, സുധിയുടെ കല്യാണം നടക്കാൻ പോവല്ലേ, അതിനിടയിൽ വീട്ടിൽ വേറൊരു ചടങ്ങ്, അത് അനാവശ്യ ചെലവല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പം, അവന്റെ കല്യാണം നടത്തുന്നതാണ് അനാവശ്യ ചെലവ്, അതാദ്യം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞു നമ്മുടെ സച്ചി. തള്ളയ്ക്ക് പറയാനൊന്നുമില്ല, അവന്റെ കല്യാണം വേണ്ടെന്ന് വെച്ചാലേ ആ പെണ്ണ് രക്ഷപ്പെടും. ഇതൊരു പെണ്ണിന്റെ നല്ലതിന് വേണ്ടി ചെയ്യുന്നതല്ലേ, അത് നടന്നിരിക്കും എന്ന് പറഞ്ഞ നമ്മുടെ സച്ചി ഈ ചന്ദ്രമതിയെ വെല്ലുവിളിക്കുന്നു. എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും പുതുകല്യാണം നടത്താൻ തടസ്സം നിന്ന ചന്ദ്രമതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഒരുമ്പെട്ട് ഇറങ്ങുന്നു. എന്തായാലും അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും